ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു രാജ്യമാണ് അസർബൈജാൻ. അസർബൈജാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസർബൈജാന്റെ ക്യാപിറ്റൽ സിറ്റിയിലാണ് കുട്ടികൾ എല്ലാവരും പഠിക്കുന്നത്. അവിടെ ഒറ്റ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ, അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിലേക്കാണ് എല്ലാ കുട്ടികളും പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് അവിടെയുള്ള ഹോസ്പിറ്റൽസ് എല്ലാം. രണ്ടാമത്തെ കാര്യം, അസർബൈജാനിലേക്ക് മിഡിൽ ഈസ്റ്റ് റെസിഡൻസിന് വിസ ഓൺ അറൈവൽ ആയതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ഒരുപാട് മലയാളികൾ അസർബൈജാനിൽ ടൂറിന് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ അസർബൈജാൻ എന്ന് പറയുന്ന കൺട്രി, ബാക്കു എന്ന് പറയുന്ന സിറ്റി മലയാളികൾക്ക് പൊതുവെ ഫിമിലർ ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ ടൂറിന് പോയി ഈ രാജ്യങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ള പരിചയം മലയാളികൾക്ക് ഉണ്ട് എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വിസ ഓൺ അറൈവൽ ആയതുകൊണ്ടും വിസ എയർ പോലുള്ള ഫ്ലൈറ്റുകളിൽ വളരെ കുറഞ്ഞ എക്സ്പെൻസിന് ഫ്ലൈറ്റ് കിട്ടുന്നതുകൊണ്ടും ഒരുപാട് പേരൻസ് കുട്ടികളെ വന്ന് കണ്ടുപോകാറുണ്ട് അസർബൈജാനിൽ. മൂന്നാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അസർബൈജാനിലെ കുട്ടികളോട് സംസാരിക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അവിടെ 6th ഇയർ പാസ് ഔട്ട് ആയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ, അതുപോലെ തന്നെ 5th ഇയർ, 4th ഇയർ, 3rd ഇയർ, 2nd ഇയർ, 1st ഇയർ ഒക്കെ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ഈ യൂണിവേഴ്സിറ്റി അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. 6th ഇയറിൽ പഠിച്ചിറങ്ങിയ കുട്ടികളോട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്ലിനിക്കൽസ് ഒന്നും വലിയ രീതിയിൽ തീരെ കിട്ടാത്ത പോലെയാണ് തോന്നിയിട്ടുള്ളത്. എന്നാൽ 5th ഇയറിൽ വരുന്ന സമയത്ത് അത് മാറി 1st ഇയറിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ കരിക്കുലവും കാര്യങ്ങളും എല്ലാം അവർ ബെറ്റർ ആക്കി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. അഞ്ചാമത്തെ കാര്യം, അസർബൈജാനിലെ കഡാവർ അവൈലബിൾ ആണെന്നുള്ളതാണ്. കഡാവർ വെച്ചിട്ടാണ് അനാട്ടമി കുട്ടികൾ പഠിക്കുന്നത്. ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കുവിലാണ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉള്ള. അതുകൊണ്ട് തന്നെ ബാക്കു വളരെ അവൈലബിൾ ആയിട്ടുള്ള, വളരെ വൈബ്രന്റ് ആയിട്ടുള്ള, ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളും എന്റർടൈനിങ്ങിന് ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അസർബൈജാനും കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്, അത് നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അസർബൈജാനിൽ പഠിച്ചു കഴിഞ്ഞാലുള്ള NMC ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ട് അസർബൈജാനിലുള്ള എംബസി, അതായത് ബാക്കുവിലുള്ള എംബസി കൃത്യമായിട്ടുള്ള ഒരു റിപ്ലൈ തന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും അവിടെയുള്ള യൂണിവേഴ്സിറ്റി അതിനുള്ള റിപ്ലൈ തന്നിട്ടുണ്ട്, എംബസിയുടെ സൈഡിലുള്ള ഒരു റിപ്ലൈ ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, അസർബൈജാനിൽ പഠിച്ചു കഴിഞ്ഞാൽ അസർബൈജാനിൽ വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ലൈസൻസിങ് എക്സാം ഒന്നുമില്ല. അതായത് നമ്മൾ അസർബൈജാനിൽ പാസ് ഔട്ട് ആവുന്ന ആ ഒരു എക്സാം ആണ് നമ്മുടെ അവിടുത്തെ ലൈസൻസിങ് എക്സാം. പക്ഷേ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസിങ് എക്സാം അവിടെ എഴുതണം. അതായത് നമ്മൾ പാസ് ഔട്ട് ആവുന്ന ഇയറിലുള്ള ആ ഒരു എക്സാം ആണ് ശരിക്കും അവിടുത്തെ ലൈസൻസിങ് എക്സാം. അത് 5 വർഷത്തേക്കാണ് വാലിഡ് ആയിട്ടുള്ളത്. 5 വർഷം കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ലൈസൻസിങ് എക്സാം എഴുതണം. അത് കഴിഞ്ഞിട്ട് അടുത്ത 5 വർഷം കഴിഞ്ഞാൽ പിന്നെയും, അതായത് ഓരോ 5 വർഷത്തിന്റെ ഇടവേളയിലും നമ്മൾ അവിടുത്തെ ലൈസൻസിങ് എക്സാം എഴുതിയിട്ട് നമ്മളെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തിട്ടിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട്. മൂന്നാമത്തെ കാര്യം, അസർബൈജാനിൽ ഒരു യൂണിവേഴ്സിറ്റിയുള്ളൂ, എല്ലാ ഹോസ്പിറ്റലും ഈ യൂണിവേഴ്സിറ്റി അണ്ടറിലാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് ഒരുപാട് വലിയ ക്ലിനിക്കൽസിലുള്ള ചേഞ്ച്, ഇല്ലെങ്കിൽ അത്രമാത്രം ക്ലിനിക്കൽസ് ഒന്നും അസർബൈജാനിൽ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി ബെറ്റർ. അസർബൈജാനിന്റെ മറ്റൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസർബൈജാനിലെ ഫീസാണ്. $7,750 ആണ് ഈ വർഷത്തെ ഫീസ്. കഴിഞ്ഞ വർഷം അത് $8,750 ആയിരുന്നു. ഈ ഒരു ഫീസ് കൊടുത്ത് അസർബൈജാനിൽ പഠിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് പൊതുവെ തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ അസർബൈജാനിലെ മറ്റൊരു ഡീമെറിറ്റാണ്, അസർബൈജാനിലെ ഫസ്റ്റ് ഇയർ കുട്ടികൾ പോകുന്ന സമയത്ത് ഭൂരിഭാഗം കുട്ടികളും പ്രൈവറ്റ് ഹോസ്റ്റലുകളിലാണ് നിൽക്കാറുള്ളത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാൽ ഗവൺമെന്റ് ഹോസ്റ്റൽ അവിടെ ഉണ്ട്, പക്ഷേ ഗവൺമെന്റ് ഹോസ്റ്റലിന്റെ ഫെസിലിറ്റീസ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ അസർബൈജാന്റെ FMG പാസ് പെർസെന്റേജും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്, ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം, അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ 3rd ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും.